1418 രാഹുലിന്റെ ലീഡ് എന്നതാണ് ചിത്രം. ഉയരുന്നു 1418 ഉയർന്നു. UDF 4984, BJP 4799, LDF 2242. അതായത് ആ ഒരു റൗണ്ടിൽ തന്നെ അത്രയും. അതെ അതെ. മാത്രമല്ല ഇനിയുള്ള റൗണ്ടുകളും ക്രൂഷ്യലാണ്. ചിത്രം മാറും, ഭൂരിപക്ഷം ഉയരും UDF-ന്റേത്. കാരണം ഇനിയുള്ള 2 റൗണ്ടുകൾ നിർണായകമാണ്. ആ റൗണ്ടുകൾ UDF-ന് പൊതുവിൽ എന്ന് പറയുമ്പോൾ അതിൽ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളുമുണ്ട്. അതിലാണ് ഇപ്പോൾ ലീഡ് വന്നിരിക്കുന്നത്. UDF 4984, BJP 4799 എന്ന് പറയുമ്പോൾ 200ഓളം വോട്ടുകൾ അല്ലെ. 200 വോട്ടിൽ കൂടുതൽ 4 റൗണ്ടിൽ BJP-കൾ UDF-നുണ്ട്. 3ഉം 4ഉം റൗണ്ടുകളിൽ നിർണായകമായ മുന്നേറ്റം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ലീഡ് ഇപ്പോൾ 1418 ഉയർന്നിരിക്കുകയാണ്. അതെ അതെ മഞ്ജുഷ, എനിക്ക് തോന്നുന്നു സൂചന ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വലിയ മുന്നേറ്റ സൂചനകൾ പ്രകടമാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഷാഫിക്ക് ഉണ്ടാവാത്ത വലിയൊരു വിജയം രാഹുൽ മാങ്കൂട്ടത്തിന് പഞ്ചായത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിരായിരിയിൽ കഴിഞ്ഞ തവണ തന്നെ 1000-ലധികം വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും അതിനേക്കാൾ വോട്ടുകളുടെ ലീഡ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നഗരസഭയിൽ തന്നെ ഇത്രയും ലീഡ് കിട്ടുന്ന സാഹചര്യത്തിൽ അതൊരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറുകയാണ് എന്ന് നഗരസഭ പരിധിയിലെ ഈ വോട്ട് വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മഞ്ജുഷ, മറ്റൊരു കാര്യം കൂടി, ഇനി ഒരുപക്ഷെ ഈ പഞ്ചായത്ത് മേഖലകളിലേക്ക് കൗണ്ടിംഗ് കടന്നാൽ ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തിന്റെ കടന്നുകയറ്റം സരിൻ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കണോ? പ്രതീക്ഷ അങ്ങനെ ഉള്ളതാണ്. കാരണം പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലും, അതിൽ പ്രത്യേകിച്ച് മാത്തൂരിലും കണ്ണാടിയിലും അവിടെ LDF സ്വാഭാവികമായിട്ടും 1ാം സ്ഥാനത്ത് എത്തുമെന്നുള്ളതിൽ അല്ലെങ്കിൽ 2ാമെങ്കിലും എത്തുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നഗരസഭയിൽ ഇത്രയും പിന്നോട്ട് പോയ BJP-ക്ക് അപ്പോൾ പഞ്ചായത്തിൽ എത്രമാത്രം മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളത് സംശയമാണ്. വേണമെങ്കിൽ സരിന് 2ാം സ്ഥാനത്തേക്കും എത്താം അല്ലെ. അതെ അതെ. നമുക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ C കൃഷ്ണകുമാറിന് നഗരമേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഏറ്റവും സ്വാധീന മേഖലയാണ് നഗരമേഖല. പക്ഷേ അവിടെ ചില നെഗറ്റീവ് വോട്ടുകളും അദ്ദേഹത്തിനെതിരെയുണ്ട്. കാരണം ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നഗരസഭയ്ക്കെതിരെയുള്ള വികാരങ്ങളും വരാം. കാരണം നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. ആ രീതിയിലുള്ള വിമർശനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആന്റി ഇൻകംബൻസി അഗൈൻസ്റ്റ് ദ മുനിസിപ്പാലിറ്റി, അങ്ങനെ ഒരു കാര്യവും ഉണ്ടായിരുന്നു. അതും ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ടാകും. എന്നാലും നഗരസഭ എന്ന സ്ട്രോങ് ഹോൾഡിൽ BJP പിന്നോട്ട് പോകുന്നു. 1418 വോട്ടുകളുടെ ലീഡ്. 3ഉം 4ഉം റൗണ്ടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചത്. BJP-ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. അത് മാത്രമല്ല 4ാം റൗണ്ട് എന്ന് പറയുമ്പോൾ BJP-യുടെ ഏറ്റവും ശക്തി കേന്ദ്രം അവിടെ വരുന്നു. 52ാം നമ്പർ ബൂത്ത് പോലും അതിൽ ഉൾപ്പെടുന്നതാണ്. അവിടുത്തെ വോട്ടെണ്ണലും പൂർത്തിയായി എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇത് വലിയ ലീഡായി മാറുകയാണ്. 1418 VT ബൽറാം ഒരു പോസ്റ്റ് പോലും ഇട്ട് കഴിഞ്ഞു. പാലക്കാട് രാഹുൽ തന്നെ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി പാലക്കാട്ടെ പുതിയ MLA ആവുന്ന രാഹുലിന് ഹാർദമായ അഭിനന്ദനങ്ങൾ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയും ലീഡ് വന്നാൽ ഇനിയിപ്പോൾ പിന്നോട്ട് പോക്കില്ല. ഇല്ല. ഇത് കൃത്യമാണ്. ഇത് പാലക്കാട് പറഞ്ഞ രാഷ്ട്രീയം എന്തായിരുന്നു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ 1418 ലീഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇനി വരുന്ന റൗണ്ടുകളിൽ അത് ഉയരുമെന്ന് ഉറപ്പാണ്. പിരായിരി വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്താണ് UDF-ന്. സ്വാഭാവികമായും ഈ ട്രെൻഡിൽ അത് ഉയരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ UDF അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തിലേക്ക് തന്നെ എത്തും എന്ന ട്രെൻഡ് സൂചനകൾ പുറത്തു വരുന്നു എന്നതാണ് ചിത്രം. അങ്ങനെ 3-4 റൗണ്ടുകളിലെ മുന്നേറ്റത്തോടുകൂടി ആദ്യ 2 റൗണ്ടിൽ C കൃഷ്ണകുമാറാണ് ലീഡ് ചെയ്തിരുന്നതെങ്കിൽ 3-4 റൗണ്ടുകളിലെ ലീഡോടുകൂടി ട്രോളി ബാഗുമായിട്ടുള്ള പ്രകടനം UDF പ്രവർത്തകർ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. 4 റൗണ്ട് 14 റൗണ്ടിൽ 4 റൗണ്ട് ആയപ്പോൾ തന്നെ UDF വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിൽ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട് BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ അതിനിർണായകമായ കാര്യം. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1418 എന്ന നിർണായക ലീഡ്. ഈ ലീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. 5ാം റൗണ്ട് ആകുമ്പോൾ ലീഡ് ഉയർത്തിയാൽ അല്ലേ പിന്നെ അവിടെ ഒരു സംശയത്തിനും ഇടയില്ല. അതാണ് ചിത്രം. എന്തായാലും അവിടെ മുന്നേറ്റം പ്രകടമാണ്. UDF-ന്റെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്ന് ഓർത്തു നോക്കുക, വെറും 3 റൗണ്ട് പിന്നിട്ടപ്പോൾ തന്നെ വിജയം സുരക്ഷിതമെന്ന് നിശ്ചയിക്കുന്നു UDF ക്യാമ്പ്. കാരണം ആ മണ്ഡലത്തിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് നഗരമേഖലകളുടെ ചിത്രം ഇങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾക്ക് വലിയ വിജയം. ഇതാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളും അങ്ങനെയാണ്. പാലക്കാടിന്റെ നഗരമേഖലകൾ UDF പ്രവർത്തകർ കീഴടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിവാദമായിരുന്നു ട്രോളി ബാഗ്. നീല ട്രോളി ബാഗ് ഉയർത്തിക്കൊണ്ടുള്ള പ്രകടനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ആഘോഷിക്കുന്ന UDF-ന്റെ പ്രവർത്തകർ. C
സരിന് ഒരു ഘട്ടത്തിൽ പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല. ഏതാനും ബൂത്തുകളിൽ മാത്രം ഏതാനും വോട്ടുകളുടെ ലീഡ് നേടാൻ മാത്രം പി സരിന് കഴിഞ്ഞപ്പോൾ നഗരസഭയിൽ തേരോട്ടം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 3ഉം 4ഉം റൗണ്ടുകളിൽ മേധാവിത്വം. അങ്ങനെ 1418 വോട്ടുകളുടെ ലീഡ്. 4ാമത്തെ റൗണ്ടിൽ 230 വോട്ടുകളുടെ ലീഡ് നേടി. അതിനു മുൻപ് 3ാം റൗണ്ടിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 2ാം റൗണ്ടിലെ ലീഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി കൃഷ്ണകുമാറിന്. ഇപ്പോൾ 1440